വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് വൈൻസ് ആൻഡ് വെൻഡീസ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഒരു റിവ്യൂ വീഡിയോ ആയിട്ടൊന്നുമല്ല, KTM ഒരു ഇവന്റ് വന്നിട്ടുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഓറഞ്ച് കളർ ഇരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ 390X എക്സ്പീരിയൻസ് ചെയ്യാനും അതേ കണക്ക് ഓഫ് റോഡ് റൂട്ടിലൊക്കെ ഓടിക്കാനായിട്ടുള്ളൊരു പരിപാടിയാണ് KTM ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് KTM അഡ്വഞ്ചർ X എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതും അതിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഇതേ കണക്കൊരു ഓഫ് റോഡ് ട്രാക്കിൽ അടിപൊളി ഓഫ് റോഡാണ്. നമുക്ക് പക്ഷേ കിട്ടിക്കുന്ന സ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഉച്ചര ആ ഒരു സമയത്താകുമ്പോഴാണ് നമ്മുടെ സ്ലോട്ട് എന്ന് പറയുന്നത്. നല്ല വട്ടപ്പുറ വെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്താ നമുക്ക് നോക്കാം. എന്റെ സ്ലോട്ട് ഇതുവരെ ആയിട്ടില്ല. അപ്പൊ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ട്രാക്ക് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. വണ്ടികളെല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കും കേട്ടോ. ട്രാക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഏരിയ ഉള്ള ട്രാക്കാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എത്രത്തോളം ക്യാമറ കാണാൻ പറ്റുന്ന അറിയത്തില്ല. അത് അങ്ങേ ആ തെങ്ങില്ല, ആ തെങ്ങിന്റെ ഒക്കെ അപ്പുറത്ത് വരെ നമുക്ക് പോകാം. നല്ല ലെങ്തിൽ പോയി ചെറിയൊരു നല്ലൊരു ലെങ്തി ഓഫ് റോഡ് നമുക്ക് അടിച്ചിട്ട് വരാം. ഒരു മോർഫൻ ട്രെയിൽ ഓറിയന്റഡ് ട്രാക്കാണിത്. ഇപ്പം റാലിക്കൊക്കെ പോകുന്ന ട്രാക്കില്ലേ, അതേ കണക്കത്തൊരു സെറ്റപ്പാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓഫ് റോഡ് മാത്രമായിട്ടല്ല, ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് ഈ ഒരു ഡ്രോപ്പ് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ഹൈറ്റിൽ പോയിട്ട് അങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നൊരു പരിപാടിയൊക്കെ ആ ഒരു ഭാഗത്തായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് വോളില്ലേ, ഈ വോളിലൂടെ കയറി നമുക്ക് കോൺട്ര ചെയ്യാനുള്ള ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മഡും എല്ലാ സെറ്റപ്പുകളുടെ അടിപൊളി ട്രാക്കാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് ഒരു വട്ടം ട്രാക്കിലൂടെ ഒന്ന് പോയതിന് ശേഷം എങ്ങനെയാണ് അതിന്റെ എക്സ്പീരിയൻസ് എന്ന് നിങ്ങൾക്ക് പറയാം. ഇൻ കേസ് നമ്മൾ മറിഞ്ഞു വീണെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇവരുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ അവർ ശരിയാക്കും. നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ പറയുന്നുണ്ട് റേസ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരും നല്ല രീതിയിൽ റേസ് ചെയ്താണ് പോകുന്നത്. റേസ് ചെയ്യുന്നു, മറിഞ്ഞു വീഴുന്നു. എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. സ്ലഷില് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. സ്ലഷ് ആദ്യമേ ഒക്കെ സെറ്റ് ആയിരുന്നു, പക്ഷെ ഇപ്പോ സ്ലഷിന്റെ അവസ്ഥ ഭയങ്കര പരിതാപകരം. അപ്പോൾ ട്രെയിനിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമായിട്ടൊന്ന് പറയാം. നമ്മുടെ പഴയ 390 വെച്ച് നോക്കാൻ നേരത്ത് ഈ വണ്ടിക്ക് കുറച്ചും കൂടെ കോസ്മെറ്റിക് ഡിഫറൻസ് ആണ് കൂടുതലുള്ളത്. പിന്നെ കോസ്മെറ്റിക് ഡിഫറൻസ് അല്ലാതെ വരുന്നൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് വരുന്നത് 399cc എഞ്ചിനാണ്. നമ്മുടെ പഴയ 373 എഞ്ചിനൊന്നും ഇതിനകത്ത് വരുന്നില്ല. ഈ 390Xലും വരുന്നില്ല. 390 അഡ്വഞ്ചർ എസ് എന്നൊരു സ്റ്റാൻഡേർഡ് മോഡലുണ്ടല്ലോ, അതിനകത്ത് വരുന്നില്ല. ഈ കാണുന്നത് രണ്ടും 390X തന്നെയാണ്. ഇതിനകത്ത് ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ 390S സ്റ്റാൻഡേർഡ് സാധനവും ഇതും തമ്മിലുള്ള പെട്ടെന്ന് ഡിഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ ഇതിനകത്ത് അലോയ് വീൽസ് ആണ് വരുന്നത്. 390 അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മോർ ഓഫ് എൻ ഓഫ് റോഡ് സെൻട്രിക് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് അലോയ്സ് വരത്തില്ല, സ്പോക്ക് ആയിരിക്കും വരുന്നത്. അതും ട്യൂബ്ലെസ് സ്പോക്ക് ആയിരിക്കും വരുന്നത്. ബേസിക്കലി ഒട്ടും അതിനകത്ത് രണ്ടും ഒരേ കണക്ക് തന്നെയാണ് ഇരിക്കുന്നത്, അഡ്വഞ്ചർ S ആയാലും X ആയാലും. പക്ഷേ ഇതിനകത്തോട്ട് Xലോട്ട് വരുമ്പം കുറേ ഇലക്ട്രോണിക് സാധനങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോളും പിന്നെ കോൺട്രിങ് ABS അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കുള്ള KTM 390 അഡ്വഞ്ചർ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ട 390Xനകത്ത് കുറേ കട്ട് പ്രൈസ് ചെയ്യാൻ വേണ്ടി സാധനങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിക്കകത്ത് ആ ഇലക്ട്രോണിക്സ് എല്ലാം വാരി വിതറിയിട്ടുണ്ട്. യു നെയിം ഇറ്റ്, ട്രാക്ഷൻ കൺട്രോൾ, റൈഡ് മോഡ്, സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ, അതും ഫ്രണ്ടിലും ബാക്കിലും സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ സസ്പെൻഷൻ ഡാമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില വീഡിയോസിനകത്തൊക്കെ ഈ സസ്പെൻഷൻ ബോട്ടം ഔട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ഈ അണ്ടർബെല്ലി എക്സോസ്റ്റ് അടിയിൽ പോയി തട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 390Xനെ സംബന്ധിച്ചിടത്തോളം ഇതിന് കുറച്ചും കൂടെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. സീറ്റ് ഹൈറ്റും കുറച്ചും കൂടെ കൂടുതലാണ്. പിന്നെ രണ്ട് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തേക്കുന്നത് MRFന്റെ ടയേഴ്സാണ്. നോട്ട് എ ഗ്രേറ്റ് ഫാൻ. റോഡിൽ അത്രയ്ക്ക് കണ്ട് ഗ്രിപ്പൊന്നുമില്ല, എന്നാലും ഓഫ് റോഡ് ചെയ്യാൻ നല്ല രസമാണ് ഈ ഒരു ടയർ വെച്ചിട്ട്. 390Xൽ MRFന്റെ അല്ല കേട്ടോ, സോറി, അപ്പോളോയുടെ ടയേഴ്സാണ് 390Xൽ കൊടുത്തിട്ടുള്ളത്. കറക്ഷൻ. ബ്രോ, വാട്ട്സ് യുവർ ഹൈറ്റ്? 5'8". You're having Planet Food, right? Yeah. Planet Food is there, right? Yeah, it's perfect actually. പുള്ളിയുടെ ഹൈറ്റ് 5'8" ആണെങ്കിൽ പോലും നല്ല രീതിയിൽ രണ്ട് സൈഡിലും കാലെത്തുന്നുണ്ട്. ഈ ഒരു വണ്ടി വലുതാണെങ്കിൽ പോലും നമുക്ക് വലിയ ഹൈറ്റ് ഒന്നും വേണ്ട ഈ വണ്ടി ഓടിക്കാൻ. 6 അടി പൊക്കൊന്നും വേണ്ട. പുള്ളിയുടെ ക്യാമറ സെറ്റപ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ക്യാമറ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ Insta360 സെലോ ടിപ്പ് കൊട്ടിച്ച് വെച്ച് സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഓഫ് റോഡ് ചെയ്യാൻ നേരത്തെ എല്ലാം കൊണ്ടുള്ള പോകാതിരിക്കാനാണ് ഈ ഒരു പരാക്രമമൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത്. എന്താവും നമുക്ക് നോക്കാം. 390 അഡ്വഞ്ചർ X ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാൽ പോലും എനിക്ക് ഇന്ന് ഓടിക്കാൻ തോന്നുന്നത് 390 അഡ്വഞ്ചറാണ്. ഈ ഒരു വണ്ടിയിൽ കയറുമ്പോൾ തന്നെ അത്യാവശ്യം പ്രീമിയം ഫീൽ ഉണ്ട് കേട്ടോ. ഈ രണ്ട് സൈഡിലും നല്ല രീതിയിൽ പ്ലാനറ്റ് ഇട്ടിട്ടുണ്ട്. കാലൊക്കെ തട്ടുന്നുണ്ട്, അറിയില്ല. 855 mm ആണെന്ന് തോന്നുന്നു എൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ
എനിക്ക് ഓഫ് റോഡിൽ ഇറക്കാൻ കുറച്ചും കൂടെ പ്രിഫറബിൾ ആയിട്ട് തോന്നുന്നത് ഈ ഒരു വണ്ടിയാണ് 390 അഡ്വഞ്ചർ. ഇതിനകത്താകുമ്പം ടെക് ലോഡഡ് ആണ്, കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, കോൺട്രിങ് ABSും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചും കൂടെ സ്പോക്ക് വീൽ ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അഗ്രസീവായിട്ട് ട്രാക്കിലൊക്കെ ഇറക്കാൻ പറ്റും. അപ്പം നോക്കാം നമുക്ക് എന്ത് ഡിഫറൻസ് ആണ് ഈ രണ്ട് വണ്ടിക്കും ഓഫ് റോഡ് ചെയ്യുമ്പം ഫീൽ ചെയ്യുന്നതെന്ന് നമുക്ക് ഓടിച്ചതറിയണം. വണ്ടിയുടെ സീറ്റ് ഇളക്കിയിട്ടേക്കും, സീറ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷം അവർ വന്ന് നമുക്ക് പരിപാടിക്കും. സീറ്റിന്റെ ഒരു ഫീലും ടെക്സ്ചറും ഒക്കെ വെച്ച് നോക്കിയിട്ട് വലിയ കംഫർട്ടബിൾ ഒന്നുമല്ല. സീറ്റിന്റെ അടിയിലാണ് ഈ ടൂൾ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ രണ്ട് വണ്ടിക്കും സെയിം തന്നെ, അഡ്വഞ്ചർ എക്സ് ആയാലും അഡ്വഞ്ചർ ആയാലും സെയിം ടൂൾ കിറ്റാണ് വരുന്നത്. പിന്നെ അത്ര കംഫർട്ടബിൾ ഒന്നുമല്ല. ലോങ് ട്രിപ്പൊക്കെ പോകാനാണെങ്കിൽ ഒരു ജെൽ സീറ്റ് വെച്ചാൽ കുടുംബങ്ങൾക്ക് അത്യാവശ്യം സുഖം കിട്ടും. അല്ലാത്ത പക്ഷം സിറ്റി റൈഡിനൊക്കെ ഇറ്റ്സ് ഓക്കെ, ബട്ട് എന്നാലും ഒരു പലകപ്പുറത്തിരിക്കുന്ന ഫീലൊക്കെയാണ് സീറ്റിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. തൈക്കുടം ബ്രിഡ്ജിലെ ടോയിൻ ഡ്രസ്സിന് ഇടയ്ക്കിടയ്ക്ക് ഫ്രെയിമിലോട്ട് വരുന്നുണ്ട് ഗൈസ്. വണ്ടി ഓടിക്കാനായിട്ട് പുതിയ വന്നിട്ടുണ്ട്. ഏകദേശം നമ്മുടെ വണ്ടി സെറ്റ് ആയിട്ടുണ്ട്. ഇനി ട്രാക്കിലോട്ട് ഇറക്കാൻ നേരത്താണ് എൻ്റെ ഈ ഒരു ക്യാമറ സെറ്റപ്പ് സംഭവിക്കുന്ന അറിയത്തില്ല. നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. വണ്ടി നല്ല രീതിയിൽ സ്റ്റോൾ ആവുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റോളിങ് പഴയ അഡ്വഞ്ചറിനും ഉണ്ടായിരുന്നു, എന്നാലും ഈ വണ്ടിയിൽ ക്രീപ്പ് ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് അധികം സ്റ്റോൾ ആവത്തില്ല. എന്നാലും നമ്മൾ പഞ്ച് ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ വണ്ടിയുടെ സ്റ്റോൾ ആവാതെ. Electronics majorly, and you will get a spoke wheels in this vehicle. This is more off-road centric. Yeah, exactly. This is 70% off-roading, 30% touring. That is 50-50. Okay. No. Be safe. Yeah. 91, 92, 93. This has to be tight. ദിസ് ഹാസ് ടു ബി ടൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഹെൽമെറ്റിനകത്തിരുന്ന സാധനം അവർ ഊരി മേടിച്ചു. എൻ്റെ മൈക്കും അഡാപ്റ്ററും എൻ്റെ കാര്യങ്ങളെല്ലാം അവർ ഊരി മേടിച്ചു, സേഫ് അല്ലെന്ന് പറഞ്ഞു. അതിനുശേഷം എന്നെ രാജ്കുമാർ ഫാനാണെന്നും പറഞ്ഞുകൊണ്ട് പുച്ഛിച്ചു വിട്ടു എൻ്റെ ഹെൽമെറ്റ് കണ്ടിട്ട്. രാജ്കുമാർ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കമന്റ് സെക്ഷനിൽ വന്ന് എൻ്റെ തമാശം അറിയിക്കേണ്ടതാണ്. സോ മൈക്കില്ലാതെ നമ്മൾ ട്രാക്കിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ട്രാക്കിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനൊരു എക്സ്പീരിയൻസ് കണക്ക് നിങ്ങളടുത്ത് പങ്കുവെക്കാം. ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ട്രാക്കിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞു തരാം. സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് ട്രാക്ക് എൻജോയ് ചെയ്യാം. ഓക്കെ, ഹിയർ വി ഗോ. മൊത്തം 2 റൗണ്ടാണ് നമുക്ക് ട്രാക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ട്രാക്കിൽ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ യൂസ് ചെയ്യണമെന്നുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ റൗണ്ടിൽ ഒന്ന് പഠിക്കാനായിട്ടൊരു സൈറ്റിംഗ് ലാപ്പ് കണക്കാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തത്. നമ്മൾ സാധാരണ ട്രാക്കൊക്കെ ഓടിക്കാൻ നേരത്ത് സൈറ്റ് ചെയ്ത് പോകാമല്ലോ. അപ്പോൾ ഈ സാധനത്തിലൂടെ ഒക്കെ ജസ്റ്റ് പയ്യെ ഒന്ന് പോയി നോക്കി സെക്കൻഡ് റൗണ്ടിൽ അഗ്രസീവായിട്ട് പോകാമെന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ചെയ്ത് നോക്കിയത്. ഫസ്റ്റ് വണ്ടിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. കാരണം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് എൻ്റെ ഹെഡ്ലൈറ്റ് നമ്മൾ ഹാൻഡിൽ തിരിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് കൂടെ തിരിക്കുന്നൊരു ടൈപ്പ് ഓഫ് ബൈക്കാണ് SD അഡ്വഞ്ചർ. പക്ഷേ ഇതിനകത്തോട്ട് വരാൻ നേരത്ത് ഹെഡ്ലൈറ്റ് ഇസ് അറ്റാച്ച് ടു ഇറ്റ്സ് ബോഡി, റൈറ്റ്? ആ ഒരു ഹാൻഡിൽ ബാർ മാത്രമേ മൊത്തത്തിൽ കിടന്ന് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതൊരു എൻഡ്യൂറോ ബൈക്ക് അല്ലെങ്കിൽ അതിൻ്റെ ട്രാക്കിലോട്ട് ഇറക്കുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് നമ്മൾ ഈ കയറാൻ പോകുന്നത്. നല്ല ഹൈറ്റിൽ കയറിയിട്ട് നല്ലൊരു ഡ്രോപ്പ് ഓഫ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രോപ്പ് ഓഫ് ആദ്യത്തെ റൗണ്ടിൽ തന്നെ നല്ല രീതിയിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു ടയറിൻ്റെ സെഷൻ വരുന്നുണ്ട്, ഗ്രാവൽസ് വരുന്നുണ്ട്. അതൊക്കെ ഞാൻ സെക്കൻഡ് റൗണ്ടിൽ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ജസ്റ്റ് സൈറ്റിംഗ് കണക്ക് യൂസ് ചെയ്തു. കാരണം ഈ ഒരു വോൾ യൂസ് ചെയ്യുമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ത്രോട്ടിൽ കൊടുത്താണ് വന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ മഡിൻ്റെ സെഷൻ വരുന്നുണ്ട്. മഡിൽ ഞാൻ ഇറക്കിയില്ല, ആദ്യത്തെ റൗണ്ടിൽ ഇറക്കിയിട്ടില്ല. എല്ലാം രണ്ടാമത്തെ റൗണ്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സോ കീപ് വാച്ചിങ്. സെക്കൻഡ് റൗണ്ട് ഉണ്ട്. സെക്കൻഡ് റൗണ്ടിലാണ് ഇവിടെ എനിക്ക് വഴി തെറ്റിയിട്ടുള്ളത്. ഇവിടെ വഴി തെറ്റിയിട്ട് ഞാൻ ഓഫ് ട്രാക്ക് പോയി. അപ്പോൾ ഈ പുള്ളി പറഞ്ഞു അതിലേക്ക് അങ്ങനെ പോകേണ്ടിയിരുന്നു. പുള്ളി എടുത്തിട്ട് സോറിയും പറഞ്ഞിട്ട് പിന്നെ നേരെ റോക്സ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ബോൾഡേഴ്സ് ആയിരുന്നു. വലിയ അടിപൊളി കട്ടാണ്. ഫസ്റ്റ് റൗണ്ട് പോയപ്പോൾ തന്നെ നല്ല ടയേർഡായി അതിലൂടെ കയറിയത്. സോ സെക്കൻഡ് റൗണ്ട് ആയിട്ടുണ്ട്. കീപ് വാച്ചിങ്. 1-1. The way it accelerates, it's crazy, man. The way it decelerates, it's even crazy. 30-35 എന്നൊക്കെ ഒറ്റ സ്വിച്ച് ചെയ്ത് കണക്കാണ് ബ്രേക്കിൻ്റെ ആക്ഷൻ. സ്വിച്ച്
ചെയ്യുന്നത് അങ്ങനെ ഒരു 10-ലോട്ടൊക്കെ ഇങ്ങനെ വരും. വൈബ്രേഷൻസ് ഉണ്ട്. അവിടെ ബീറ്റ് ഫ്രണ്ട്ലി ബൈക്ക്. യു ഹാവ് ടു റൈഡ് ഇറ്റ് ടു അണ്ടർസ്റ്റാൻഡ്. എനിക്ക് ആ ഒരു ഫീൽ ഭയങ്കര ഫീലായിരുന്നു ട്രാക്ടർ ഓടിക്കുമ്പോൾ. ഫ്രണ്ടിൽ ഈ ഒരു പുള്ളി പോകുന്നത് നമുക്ക് അത്രയ്ക്ക് അഗ്രീസീവായിട്ട് പോകാൻ പറ്റില്ല. അവർ ഈടിനകത്ത് റേസ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. സോ ഒരു റൗണ്ടിൽ ഞാൻ ടയേഴ്സും ഗ്രേവൽസും എല്ലാം യൂസ് ചെയ്യും. സ്ലഷിൽ ഇറക്കിയപ്പോഴത്തേക്ക് എൻ്റെ പണിക്കൂട്ട് ഒരുവിധം തീർന്നായിരുന്നു. എൻ്റെയും വണ്ടിയുടെയും. വണ്ടി അത്യാവശ്യം സ്റ്റോളിങ് ടെൻഡൻസി ഉണ്ട്. ഓഫായി പോകും നമുക്ക് തോന്നും. പഞ്ച് ചെയ്ത് നിർത്തിയില്ലെങ്കിൽ വണ്ടി നല്ല രീതിയിൽ ഓഫാകും. മട്ടിലൊക്കെ ഓഫായാൽ മടി പൂത്തിപ്പോവും. It's nice, bro. It's so tiring also. Do you usually off-road? Yeah, I do. Seems like. How do you, I mean, I don't off-road a lot. Like, I mean, how do you approach this like aggressive? ട്രാക്കിൽ ഞാൻ കിടന്ന് തിത്തേ തത്തേ കളിക്കുന്ന കണ്ടിട്ട് പുള്ളിക്കാരൻ വന്ന് ചോദിച്ചു, എങ്ങനെയാണ് ബ്രോ ഇതിനകത്തൊക്കെ അഗ്രസീവായിട്ട് പോകുന്നത്? ഞാൻ തന്നെ അടിച്ചിരുന്നു. എന്താണ് ഈ പുള്ളി ഉദ്ദേശിക്കുന്നത്? കളിയാക്കുവാണോ അതോ കാര്യമായിട്ട് ചോദിക്കുവാണോ അറിയാതെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു. കൈ കൊടുത്ത് പോകണം ബ്രോ, കൈ കൊടുത്ത നേരെ പോയി ഇറക്കിയാൽ മതി, ഒന്നും നോക്കണ്ട, വിളിച്ച് പോയാൽ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പുള്ളി അതും കേട്ടുകൊണ്ട് അടുത്ത ട്രാക്കിലോട്ട് ഇറങ്ങാനായിട്ട് പോയിട്ടുണ്ട്. എന്തായെന്ന് അറിയത്തില്ല. ഞാൻ അതിന് മുമ്പേ So you have to be extra careful. How do you approach that? Like, you have to enter slow, escape first. Okay. Don't come all the way fast and then try to escape. If you come fast, it's gone. you can. Yeah, once you're into the slush, you can accelerate. I was about to fall actually. I was almost about to fall. How's the experience, man? It's so tiring, right? I got last breath in between. Punch it. അഡ്വഞ്ചർ എക്സിനെ സംബന്ധിച്ച് കുറച്ചധികം സ്റ്റോളിംഗ് ഉണ്ടെന്നാണ് എൻ്റെ ഫ്രണ്ട് പറയുന്നത്. അവൻ 2 വട്ടം വണ്ടിയായിട്ട് വീണു, സ്ലഷിലും വീണു, ആ ടയറിന്റെ സെക്ഷനിലും വീണെന്നാണ് പുള്ളി പറയുന്നത്. സൈഡിൽ കൂടെ വന്നു. രണ്ടാമത് വന്നപ്പോൾ ഞാൻ ഇതേ കണക്ക് സൈഡിൽ കൂടെ തന്നെ വന്നു. കാരണം പറ്റുന്നില്ല നമ്മളെ കൊണ്ട്, ക്ഷീണമായിപ്പോയി. ഒരു വട്ടം നല്ല രീതിയിൽ ഓൾ യൂസ് ചെയ്യാൻ പറ്റി. ഓളിൽ കൂടെ കയറി ഇങ്ങനെ ഇറങ്ങി. സെക്കൻഡ് ടൈം വന്നപ്പോൾ സ്ലഷ് യൂസ് ചെയ്യാനാണിത്. അതുകൊണ്ട് സ്ലഷ് നല്ല പെട്ടുപോയി കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്ന നല്ല രീതിയിൽ സ്ലഷിൽ പെട്ടുപോയിട്ടുണ്ട്. കാലിൻ്റെ ഒക്കെ ഈ കാല് ഞാൻ എടുത്തില്ല. ഈ കാല് ഫുഡ് പാക്ക് തന്നെ വെച്ചിരുന്നു. ഈ കാല് മാത്രം ടാപ്പ് ചെയ്തു. ദാറ്റ്സ് ഹൗ യു സപ്പോസ് ടു ഡു. I got the same thing, bro. I fell in between. You fell already? No, really. You don't seen that? There I fell. Tires. Okay. I fell. Finally, how good is the KTM 390 Adventure? KTM 390 Adventure ഒരു ഓൾഡർ വേർഷൻ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വണ്ടിയിൽ ചെറിയ ട്വീക്സ് ഒക്കെ KTM വരുത്തിയിട്ടുള്ളൂ. ബട്ട് ഇറ്റ് ഗോട്ട് മോർ പവർഫുൾ എൻജിൻ, ഇറ്റ് ഗോട്ട് മോർ പവർഫുൾ ഗ്രണ്ട് ആൻഡ് ദ സ്പ്രോക്കറ്റ് ചേഞ്ചസ്. ചെറിയൊരു സ്പ്രോക്കറ്റിലെ ടീത്തിന്റെ ചേഞ്ച് കൊണ്ട് തന്നെ നമുക്കൊരു ട്രാക്റ്റബിൾ പവർ ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ട്. ഷുഡ് യു ബൈ വൺ? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു വണ്ടി ആരൊക്കെ നോക്കണമെന്ന് വെച്ചാൽ, നിങ്ങളൊരു KTM ഭ്രാന്തനാണ്, ഒരു അഡ്വഞ്ചർ ബൈക്ക് ഇപ്പോൾ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. വാല്യൂ ഫോർ മണി ആണെന്ന് ചോദിച്ചാൽ, കാരണം ഈ ഒരു വണ്ടിയുടെ ട്യൂണിങ്, ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾ സെറ്റ് ആയി കഴിഞ്ഞാൽ വേറെ ഒരു വണ്ടിയിലും, ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള വേറെ ഒരു വണ്ടിയിലും യു വോണ്ട് ഫീൽ ദിസ് അഡ്രിനാലിൻ റഷ്. ഇത് അഡ്വഞ്ചർ ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു വണ്ടിയാണ്. ക്രൂസിംഗ് ഓൾ ഡേ ഇൻ 3 digits യു ക്യാൻ ഡു എവറി ഡേ ഇൻ 3 digits. ഹാർഡ് കോർ ഓഫ് റോഡിങ് ആൻഡ് വാട്ട് എൽസ്. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വണ്ടിയിൽ ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്കിതിൻ്റെ ഓൺ റോഡ് വ്യൂ ചെയ്യാം. അത് ചെയ്യാൻ നേരത്തെ ഈ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് കൂടെ നമുക്ക് ലൈവായിട്ട് പങ്കുവെക്കാം. അതുവരെയും if you have any question, drop in the comment section. Please do like and subscribe. And bye from Minds and Wonders.